ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എവിടെ നിന്നെങ്കിലും മോട്ടിച്ചിട്ടാണെങ്കിലും പിടിച്ചു പറിച്ചിട്ടാണെങ്കിലും അച്ഛന്റെ ഓട്ടോറിക്ഷ തിരികെ എടുത്തു കൊടുക്കാനുള്ള പണം കണ്ടെത്തുമെന്ന് വന്ദന ജഗനോട് പറയുന്നത് കേട്ടു. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. വന്ദന വിഷമിക്കണ്ട. ആ പലിശക്കാരൻ എടുത്തുകൊണ്ട് പോയി അച്ഛന്റെ ഓട്ടോ നമ്മൾ തിരിച്ചെടുത്ത് കൊടുക്കും. എങ്ങനെ എടുത്തു കൊടുക്കുന്ന? ആദ്യമായിട്ട് അച്ഛൻ എന്നോടൊരു സഹായം ചോദിച്ചത്. അത് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ. എന്തൊരു ശാപം പിടിച്ച് ജന്മായിപ്പോയി എന്റേത്. വന്ദന കരയണ്ട. ഇനി എന്ത് ചെയ്തിട്ടാണെങ്കിലും അച്ഛന്റെ ഓട്ടോ തിരിച്ചെടുത്ത് കൊടുക്കാനുള്ള പണം ഞാൻ കണ്ടെത്തിയിരിക്കും. സമാധാനായിട്ടിരിക്കെ. ആ ഓട്ടോ അച്ഛന് തിരികെ കിട്ടിയിരിക്കും. ഞാനതെടുത്ത് കൊടുത്തിരിക്കും. ഓ, അപ്പൊ അങ്ങനെയാണ് കഥ. മാധവൻ നായരുടെ ഓട്ടോറിക്ഷ പണം കൊടുക്കാനുള്ള ആരോ ജപ്തി ചെയ്തുകൊണ്ട് പോയി. വീരശൂര പരാക്രമിയായ മരുമകൻ അത് എടുത്തു കൊടുക്കാന്ന് വാക്ക് കൊടുത്തിരിക്കുന്നു. 5 പൈസ വരുമാനമില്ലാതെ തെക്കും വടക്കും നടക്കുന്നവൻ ഇതെങ്ങനെ എടുത്തു കൊടുക്കാനാ? കാണിച്ചു തരാൻ ഞാൻ. നിനക്ക് ഓട്ടോ എടുത്തു കൊടുക്കാൻ പറ്റിയില്ലേലും എനിക്കിതെടുത്ത് ഇവിടെ അലക്കാൻ പറ്റും. കണ്ടോ? നിനക്കൊരു കൊറിയർ ഉണ്ടായിരുന്നല്ലോ, വാങ്ങിയില്ലേ? അതൊക്കെ കിട്ടി. അമ്മ അച്ഛനോട് മനോജിന്റെ കാര്യമൊന്ന് പറയണം. അത് നീയല്ലേ പറയാനുള്ളത്, ഞാനാണോ? ഞാൻ പറഞ്ഞു, പക്ഷെ അച്ഛൻ അതിന് ചെവി തരുന്നില്ല. മനോജിന് വേണ്ടി അമ്മ അച്ഛനോടൊന്ന് സംസാരിക്കണം. എന്ത് സംസാരിക്കാനാ? ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു. നിന്റെ അച്ഛന് മനോജിനെ പണ്ടേ ഇഷ്ടമല്ല. അതിനിടയില് നീ അവനോടാണെങ്കി പിണങ്ങി ഇവിടെ വന്ന് നിൽക്കുകയും ചെയ്യുന്നു. അമ്മ എന്താ ഒന്നും അറിയാത്ത പോലെ? ഞാൻ മനോജിനോട് പിണങ്ങി വന്നതൊന്നും അല്ലല്ലോ. ആ വീട്ടിൽ ഇനി നിക്കില്ലെന്നും പറഞ്ഞാ ഞാൻ ഇറങ്ങി വന്നത്. ആ വീട്ടുകാരെന്താ നിന്നെ പിടിച്ചു വിഴുങ്ങിയോ? എടി, ഏത് ത്രാസിൽ വെച്ചാലും ഇവിടെയുള്ളവരെക്കാൾ എന്തുകൊണ്ട് മികച്ചതാ അവിടെയുള്ളവര്. പിന്നെ അവർക്ക് കുറച്ച് പണവും പത്രാസും ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ടാണല്ലോ അവര് നിന്റെ അച്ഛന്റെ ഒക്കെ ആട്ടും തുപ്പ് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ, അവരെന്റെ കുഞ്ഞിനെ. മിണ്ടരുത് നീ. അവളുടെ ഒരു കുഞ്ഞിനെ. എടി, 100 പ്രാവശ്യം പറഞ്ഞെന്ന് വെച്ച് ഒരു കള്ളവും സത്യമാവില്ല. അമ്മ, എന്തമ്മേന്ന്? ഗർഭം ധരിക്കുന്ന എല്ലാവരും അങ്ങ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയല്ല ചെയ്യുന്നത്. 9 മാസ സമയത്തിനകത്ത് വയറ്റിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. ഈ ലോകത്ത് അബോർഷൻ സംഭവിച്ച ആദ്യത്തെ പെണ്ണൊന്നുമല്ല നീ. ഇല്ലാത്തൊരു കഥയും പറഞ്ഞിറങ്ങി വന്നിട്ട് അവക്കിപ്പം മനോജിനെ വേണം പോലും. അമ്മ, അതിന് ഞാനും മനോജും തമ്മിൽ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞില്ലേ? മോളെ, ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോ ആലോചിക്കണം. ഇതിപ്പോ അമ്മ 2ാമത്തെ പ്രാവശ്യം പറയുന്നേ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോ ആലോചിക്കണമെന്ന്. ഓരോന്ന് ചെയ്തു കൂട്ടിയത് ഞാനല്ലല്ലോ. നീ അല്ലാതെ പിന്നെ ഞാനാണോ ഒളിച്ചോടി പോയത്? ഹരിതേ, സ്വന്തമായി ജോലിയോ കൂലിയോ ഇല്ലാത്ത മനോജിനെ അംഗീകരിക്കാൻ അച്ഛൻ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീയും മനോജും തമ്മിലുള്ള ബന്ധം ഡിവോഴ്സ് ആക്കുന്നതിനെ കുറിച്ച് അച്ഛനിപ്പോ സംസാരിക്കുന്നത് തന്നെ. അമ്മേ, നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ. ഒരു തീരുമാനം എടുത്താ അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. അമ്മ, അതെങ്ങനാ? ഞാൻ ആരുടെ കൂടെ ജീവിക്കണം ജീവിക്കണ്ടെന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? ആ, അത് മതി.
നീ ഇപ്പൊ എന്നോട് പറഞ്ഞത് ഓടിപ്പോയി നിന്റെ അച്ഛനോട് പറ. ആ പ്രശ്നം അങ്ങ് തീരുവല്ലോ. എന്താ അത് വയ്യേ? അത് ശരിയാവില്ല. ആ, അമ്മ അച്ഛനോട് പറഞ്ഞാ മതി. ഞാൻ ഈ കാര്യം നിന്റെ അച്ഛനോട് പറയാൻ നിന്നാലേ അയാളെന്നെ കടിച്ചു കീറും. അങ്ങാടി തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് എന്ന രീതിയാ നിന്റെ അച്ഛന്. അമ്മ നീ ആദ്യം മനോജിനെ വിളിച്ച് എന്തെങ്കിലും ഒരു വരുമാന മാർഗം കണ്ടെത്താൻ പറ. ജീവിക്കാൻ ഒരു വരുമാന മാർഗം എന്തെങ്കിലും ഉണ്ടെങ്കിലേ എനിക്ക് ഈ കാര്യം നിന്റെ അച്ഛനോട് അവതരിപ്പിക്കാൻ പറ്റൂ. അല്ലാതെ ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്ത ഒരുത്തന്റെ കൂടെ നിന്നെ അയക്കണമെന്ന് പറഞ്ഞാലേ അയാൾ എന്റെ ചെകിടടിച്ചു പൊട്ടിക്കും. ഒരു ബിസിനസ് നടത്താൻ ഇറങ്ങി നാട് മുഴുവൻ കടം. ബിസിനസ് നടക്കുന്നുണ്ടോ? അതും ഇല്ല. അതിനിടയില് നീ നിനക്കുണ്ടായിരുന്ന ജോലിയും കളഞ്ഞു. ഇനിയെന്താ, രണ്ടും കൂടി വായു ഭക്ഷിച്ച് ജീവിക്കുവോ? ആ മാധവൻ നായർക്കേ നിങ്ങളുടെ കൂടെ ചെലവ് നോക്കേണ്ട ഒരു കാര്യവുമില്ല. മാധവൻ നായരുടെ വരുമാനമൊക്കെ വഴിമുട്ടി അമ്മേ. വർക്ക്ഷോപ്പിലെ ജോലി തീർന്ന ശേഷം ഒരു ഓട്ടോ ഓടിക്കുകയായിരുന്നു മാധവൻ നായർ. ആ ഓട്ടോറിക്ഷ മനോജ് പൈസ കൊടുക്കാനുള്ള പലിശക്കാര് കൊണ്ടുപോയി. നീ ഇതൊക്കെ എങ്ങനെ അറിയുന്നു? വന്ദന ആ ഓട്ടോറിക്ഷ പലിശക്കാരന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്തു കൊടുക്കാൻ ആരോടൊക്കെയോ ഫോണിൽ വിളിച്ച് പൈസ ചോദിക്കുന്ന കേട്ടു. ഓ, അവള് ചോദിച്ച ആരെങ്കിലും പൈസ കൊടുക്കുവോ? സത്യമാണോ? എവിടെ നിന്നെങ്കിലും മോട്ടിച്ചിട്ടാണെങ്കിലും പിടിച്ചു പറിച്ചിട്ടാണെങ്കിലും അച്ഛന്റെ ഓട്ടോറിക്ഷ തിരികെ എടുത്തു കൊടുക്കാനുള്ള പണം കണ്ടെത്തുമെന്ന് വന്ദന ജഗനോട് പറയുന്നത് കേട്ടു. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. മനസ്സിലായില്ല. അവരവരുടെ കയ്യിലുള്ള സ്വർണവും പണവും ഒക്കെ സൂക്ഷിക്കണമെന്നാ ഞാൻ പറഞ്ഞത്. ചിലപ്പോ വന്ദന മോഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഇവിടെയുള്ള ആര് മോഷ്ടിച്ചാലും വന്ദന മോഷ്ടിക്കില്ല. മാറ്. കണ്ടില്ലേ വന്ദനയ്ക്കുള്ളൊരു സർട്ടിഫിക്കറ്റ്? നീ കൂടെ നിന്നാ ഈ സ്വഭാവ സർട്ടിഫിക്കറ്റ് നമുക്ക് വലിച്ചു കീറി എറിയാം. എങ്ങനെ? എങ്ങനെയെങ്കിലും